നമസ്കാരം. ലോകത്തെ നടുക്കിയ പരിസ്ഥിതി ദുരന്തത്തിൽ ജപ്പാനിലുണ്ടായ ഒരു ദുരന്തമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ജപ്പാനിലെ ടൊയാമോ പ്രവിശ്യയിലെ ജിൻസു നദീതടത്തിൽ ആരെയും അസ്വസ്ഥമാക്കുന്ന നിലവിളി ഉയർന്നത്. വേദന കൊണ്ട് പുളയുമ്പോഴുള്ള നിലവിളിക്ക് ജാപ്പനീസ് ഭാഷയിൽ ഇത്തായി എന്നാണ് പറയുക. കടുത്ത വേദന സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് ഈ നിലവിളിക്ക് ഹേതു. ജിൻസു നദീതടത്തിലുണ്ടായ മലിനീകരണത്തിൻ്റെ ഉൽപ്പന്നമായ ഈ അസുഖം ഇഥായി രോഗമെന്ന പേരിൽ ലോകശ്രദ്ധ ആകർഷിച്ചു. വൻപിച്ച തോതിലുള്ള കാഡ്മിയം വിഷബാധയുടെ ഫലമായിരുന്നു ഈ രോഗം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാഡ്മിയം വിഷബാധ മൂലമുള്ള ആദ്യത്തെ രോഗവും ഈ ജപ്പാനിലാണുണ്ടായത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കണ്ടുവന്നെങ്കിലും 1950-ലാണ് രോഗകാരണം കൃത്യമായി കണ്ടെത്തിയത്. നദിയുടെ പ്രഭവ കേന്ദ്രങ്ങളായ മലകളിലെ ഖനികളിൽ നിന്നാണ് നദിയിലേക്ക് കാഡ്മിയം ഒഴുകിയെത്തിയത്. ഖനികൾ സൃഷ്ടിക്കുന്ന മലിനീകരണത്തിൻ്റെ ആദ്യകാല ഇരകളായിരുന്നു ടൊയാമോ പ്രവിശ്യയിലെ ജനങ്ങൾ. AD 710 മുതൽക്ക് തന്നെ ഈ പ്രദേശങ്ങളിൽ സ്വർണ്ണഖനനം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1580-കളുടെ അവസാനത്തിൽ വെള്ളി ഖനനം ആരംഭിച്ചു. തുടർന്ന് ലെഡ്, ചെമ്പ്, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾക്ക് വേണ്ടി ഉള്ള ഖനനം. റഷ്യ ജപ്പാൻ യുദ്ധവും പിന്നീട് ഒന്നാം ലോകമഹായുദ്ധവും അസംസ്കൃത വസ്തുക്കളുടെ, പ്രത്യേകിച്ച് ലോഹങ്ങളുടെ ആവശ്യകത കുത്തനെ ഉയരാനിടയാക്കി. അനിയന്ത്രിതമായ ഖനനത്തിലേക്ക് ഇത് വഴിതെളിച്ചു. അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ആധുനിക ഖനന സാങ്കേതിക വിദ്യകൾ ജപ്പാനിലെ ഖനികളിൽ ഉൽപ്പാദന വർധനവിന് ആക്കം കൂട്ടി. അനുകൂല സാഹചര്യങ്ങൾ വിശദമായി ഉപയോഗപ്പെടുത്തിയപ്പോൾ ടൊയാമയിലെ കാമിയോക്ക ഖനികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഖനികളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടി. രണ്ടാം ലോകമഹായുദ്ധമായപ്പോൾ ഖനികളുടെ ഉൽപ്പാദനം ഒത്തിരി വർദ്ധിപ്പിച്ചു. 1910 മുതൽ തന്നെ ഇവിടങ്ങളിലെ ഖനന പ്രക്രിയ പരിസ്ഥിതിക്ക് വലിയ ആഘാതം വരുത്തി. പലതരം വിഷലോകങ്ങളോടൊപ്പം തന്നെ ഇവിടെ നിന്ന് വർദ്ധിച്ച അളവിൽ കാഡ്മിയവും പുറത്തേക്ക് വിടുകയുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭത്തോടെ പ്രദേശത്തെ ഖനനങ്ങൾ നിയന്ത്രിച്ചിരുന്ന മിത്സുബിഷി മൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കമ്പനി യുദ്ധാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉൽപ്പാദനം കുത്തനെ ഉയർത്തി. യുദ്ധകാല കച്ചവടത്തിൻ്റെ അനന്ത സാധ്യതകൾ പാരിസ്ഥിതിക നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വൻകിട കമ്പനികൾ വലിയ വിരുത് കാണിച്ചു. ജിൻസു നദിയും കൈവഴികളും വിഷലിപ്തമായി. ഗ്രാമീണ ജീവിതത്തിൻ്റെ സ്പന്ദനമായിരുന്നു ഈ നദി. നദീതടത്തെ നെൽപ്പാടങ്ങളിൽ ജലസേചനം നടത്തിയിരുന്നത് ജിൻസുവിലെ വെള്ളം ഉപയോഗിച്ചായിരുന്നു. നദിയോരത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനും അലക്കാനും കുളിക്കാനും മത്സ്യബന്ധനത്തിനും